بسم الله الرحمن الرحيم. فاختلف الأحزاب من بينهم فويل للذين كفروا من مشهد يوم عظيم أسمع بهم وأبصر يوم يأتوننا لكن الظالمون اليوم في ضلال مبين وأنذرهم يوم الحسرة إذ قضي الأمر وهم في غفلة وهم لا يؤمنون إنا نحن نرث الأرض ومن عليها وإلينا يرجعون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 973 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് മറിയമിലെ 37 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ذلك عيسى ابن مريم قول الحق الذي فيه يمترون. ما كان لله أن يتخذ من ولد سبحانه إذا قضى أمرا فإنما يقول له كن فيكون. وإن الله ربي وربكم فاعبدوه هذا صراط مستقيم. فاختلف الأحزاب من بينهم فويل للذين كفروا من مشهد يوم عظيم أسمع بهم وأبصر يوم يأتوننا لكن الظالمون اليوم في ضلال مبين وأنذرهم يوم الحسرة إذ قضي الأمر وهم في غفلة وهم لا يؤمنون إنا نحن نرث الأرض ومن عليها وإلينا يرجعون. صدق الله العلي العظيم. സൂറത്ത് മറിയമിലെ 34 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ആദ്യ ഭാഗം 34 മുതൽ 36 വരെയുള്ള ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായിട്ട് പഠിക്കുകയുണ്ടായി. ഇന്ന് 37 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കുന്നത്. സൂറത്ത് മറിയം മക്കയിൽ അവതീർണമായ സൂറത്താണ് എന്നത് നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ അടുത്ത അനുയായികളായ ദുർബലരായ പല വിധത്തിലുള്ള അവശതകളും പേറിക്കൊണ്ടിരുന്ന ആ ആദ്യകാല അനുയായികൾ, അവരിൽപ്പെട്ട 101 പേര് എത്യോപ്യയിലേക്ക് പലായനം ചെയ്ത ആ ഹിജ്റ നുബുവത്തിന്റെ 5-ാം വർഷത്തില് ആ ഒരു പശ്ചാത്തലത്തിലാണ് എത്യോപ്യയിലേക്കുള്ള ആ പലായനം നിർവഹിക്കപ്പെടുന്നതിന്റെ തൊട്ടു മുന്നേയായിട്ട് വരുന്ന ആളുകളിൽ ക്രൈസ്തവ സമൂഹത്തെ കേൾപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ അവതീർണമായ ആയത്തുകളാണ് സൂറത്ത് മറിയമിലെ നമ്മളിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗം ഉൾപ്പെടെയുള്ള ആയത്തുകൾ. അങ്ങനെ ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി തന്നെ അവതരിപ്പിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൽ ക്രൈസ്തവരെ വിശേഷിച്ച് എത്യോപ്യയിലേക്ക്
പലായനം ചെയ്ത ആ സംഘം ജാഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നജാഷി രാജാവിന്റെ മുന്നിൽ ക്രൈസ്തവ പുരോഹിതന്മാരെയും നേതാക്കന്മാരെയും ഒക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ അവരെ കേൾപ്പിക്കേണ്ട വിധത്തിൽ കേൾപ്പിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളാണിവ എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ആ ആയത്തുകളുടെ അവതരണം ഈ ഇന്ന് നമ്മൾ വായിക്കുന്ന ഭാഗത്തോടു കൂടി ആ ക്രൈസ്തവരെ പ്രത്യേകമായി കേൾപ്പിക്കാനുണ്ടായിരുന്ന ആ വിഷയങ്ങൾ അടങ്ങിയ കാര്യങ്ങൾ, അതിന്റെ പഠനമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ആയത്തുകളോടുകൂടി പൂർത്തീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ആയത്തുകളുടെ പശ്ചാത്തലം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് പോലെ മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ വളരെയേറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്ന ഒരു സംഘം, നമ്മള് ഒരു 101 പേരെയാണ് ആ നിലക്ക് ആ സംഘത്തിൽ പെടുന്നതായിട്ട് കാണുകയുണ്ടായത്. അവര് എത്യോപ്യയിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം അള്ളാഹുവിന്റെ മാർഗദർശനം ലഭിച്ച വിധത്തില് അവര് പലായനം ചെയ്യുന്നത്. അവശേഷിക്കുന്ന കുറഞ്ഞ ആളുകൾ മാത്രമാണ്, 40 പേരാണ് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ ദൂതനായി അംഗീകരിച്ചുകൊണ്ട് നിലകൊള്ളുന്നത് ഉണ്ടായിരുന്നത്. അപ്പൊ ആ സന്ദർഭത്തില് ഈ സൂറത്ത് മറിയമിലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗം ഉൾപ്പെടെയുള്ള ആയത്തുകളൊക്കെയും തന്നെ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഹൃദിസ്ഥമാക്കിക്കൊണ്ടാണ് മിക്ക ആളുകളും, സഹാബിമാരിലേറിയ പേരും ആ അവതീർണമായ ആയാത്തുകൾ മനഃപ്പാഠമാക്കിക്കൊണ്ടുള്ള അവസ്ഥയിലാണുള്ളത്. അവര് വന്നു ചേർന്ന ആ സാഹചര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നജാഷി രാജാവിനെയും അവിടുത്തെ ക്രൈസ്തവ പുരോഹിതന്മാരെയും അതുപോലെ ക്രൈസ്തവ സമൂഹത്തിലെ പല നേതാക്കന്മാരെയും ഒക്കെ കേൾപ്പിക്കുകയാണ്. ഈസാ അലൈഹിസ്സലാമും മറിയം റളിയല്ലാഹു അൻഹയും അതുപോലെ സക്കരിയ അലൈഹിസ്സലാമും യഹ്യ അലൈഹിസ്സലാമും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശുദ്ധ ഖുർആന്റെ ഈ വിവരണങ്ങൾ. ഈ സൂറത്തിന്റെ ഈ ഭാഗങ്ങളൊക്കെ അവതരിച്ച ഉടനെ തന്നെ ഇവര് എത്യോപ്യയിലേക്ക് പലായനം ചെയ്യേണ്ടി വരികയും അവർക്ക് ഈ കാര്യങ്ങളൊക്കെ നജാഷി രാജാവിനെ കേൾപ്പിക്കേണ്ടി വരികയും ചെയ്ത ആ സന്ദർഭം, അത് അള്ളാഹുവിന്റെ ആസൂത്രണത്തിന്റെ അള്ളാഹു മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഈ കാര്യങ്ങള്, ഈ ആശയങ്ങൾ അടങ്ങിയ ഈ ആയാത്തുകള് അവതരിപ്പിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ വലിയ സാങ്കത്യമുണ്ട്. എന്തായാലും അത് തെളിയിച്ചൊരു ശ്രദ്ധേയമായൊരു കാര്യം, ജാഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം മക്കയിൽ നിന്ന് അവരെ നാട്ടിലേക്ക് തിരിച്ചയക്കണം എന്ന് ആവശ്യപ്പെടുന്നതിന് വേണ്ടി നജാഷി രാജാവിന്റെ അടുക്കലേക്ക് പോയ അംർ ഇബ്നുൽ ആസ്, അബ്ദുള്ള പോലെയുള്ള ഈ രണ്ടാളുകള് അവര് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വലിയ പ്രയാസങ്ങള് നജാഷി രാജാവിനെ പ്രേരിപ്പിച്ചുകൊണ്ട് ഇവരെ നാട്ടിലേക്ക് തിരിച്ചയക്കാൻ കാരണമാകുന്ന വിധത്തിലുള്ള പല കാര്യങ്ങളുമാണ് അവര് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന്, അവര് തങ്ങളുടെ മതം ഉപേക്ഷിച്ചിരിക്കുന്നു, നജാഷി രാജാവിന്റെ മതം സ്വീകരിച്ചിട്ടുമില്ല, എന്നിട്ടൊരു പുത്തൻ മതവുമായിട്ടാണ് ഇവര് രംഗത്ത് വന്നിട്ടുള്ളത് എന്നതാണ് അവരുന്നയിച്ചിരുന്ന ഒരു പ്രത്യക്ഷത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ആക്ഷേപം. മറ്റൊന്ന്, ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ചും മറിയം റളിയല്ലാഹു അൻഹയെ കുറിച്ചും ഒക്കെ
ഇവര് വളരെ വിചിത്രമായ ചില കാര്യങ്ങളാണ് പറയുന്നത്. നജാഷി രാജാവിന് ഒരു ക്രൈസ്തവ മതവിശ്വാസി എന്നുള്ള നിലക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പലതുമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതൊക്കെയാണ് അവരുന്നയിച്ച ആക്ഷേപം. അതുകൊണ്ട് മറിയമ്മിനെ കുറിച്ചും ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ചും ഒക്കെ ഇവര് എന്താണ് പറയുന്നത് എന്നത്, ഇവർക്ക് എന്താണ് പറയാനുള്ളത് എന്നത് അവരിൽ നിന്ന് നേരിട്ട് കേൾക്കണം എന്ന വിധത്തിലാണ് അവര് രാജാവിനോട് ആവശ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ജാഫർ ബിൻ അബി ത്വാലിബിനും കൂടെ ഉണ്ടായിരുന്നവർക്കുമൊക്കെ ഒരു വലിയ പരീക്ഷണമായിരുന്നു ആ സന്ദർഭം. രാജാവിന് അപ്രിയകരമായ വല്ലതുമൊക്കെ അവര് പറയേണ്ടി വരികയാണെങ്കിൽ അത് എത്യോപ്യയിലും അവർക്ക് സുരക്ഷിതത്വത്തോടുകൂടി കഴിയാൻ ഉള്ള സാധ്യത അടച്ചു കളയും. ഈ ശത്രുക്കൾക്ക് തന്നെ തങ്ങളെ വിട്ടുകൊടുക്കുന്ന അവസ്ഥയുണ്ടാകും എന്നതൊക്കെയാണ് അവര് നേരിട്ടുകൊണ്ടിരുന്ന ഭീഷണികൾ. പക്ഷെ അവര് തീരുമാനിച്ചത് അള്ളാഹുവിന്റെ ദൂതൻ അവരെ പഠിപ്പിച്ച കാര്യങ്ങള് യാതൊരു മാറ്റത്തിരുത്തലുകളും വരുത്താതെ, അതിൽ യാതൊരു ഡൈല്യൂഷനും വരുത്താതെ തന്നെ അവരെ കേൾപ്പിക്കുക എന്നതായിരുന്നു. അതേപോലെ തന്നെ ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ചും മറിയം റളിയല്ലാഹു അൻഹയെ കുറിച്ചും ഒക്കെ അവരാവശ്യപ്പെട്ട സന്ദർഭത്തില് സംസാരിക്കുമ്പോ അതേക്കുറിച്ച് ഖുർആൻ എന്താണോ മുന്നോട്ട് വെക്കുന്നത് അതിൽ യാതൊരു വിധത്തിലുള്ള ഏറ്റക്കുറവും വരുത്താതെ അതേപടി അവരെ കേൾപ്പിക്കുക എന്ന തീരുമാനമാണ്. അതുകൊണ്ട് എന്ത് അനന്തരഫലം ഉണ്ടാവുകയാണെങ്കിലും, എത്യോപ്യയിൽ നിന്ന് തങ്ങളെ അവര് പുറത്താക്കുകയാണെങ്കിലും, ഈ മക്കയിൽ നിന്ന് വന്ന ആളുകളുടെ കൂടെ, ഈ അക്രമികളായ ആളുകളുടെ കൂടെ മക്കയിലേക്ക് തന്നെ ഈ പീഡനങ്ങളും ദ്രോഹങ്ങളും ഒക്കെ ഏറ്റുവാങ്ങാൻ വേണ്ടി തിരിച്ചയക്കുകയാണെങ്കിലും തങ്ങള് പ്രതിദാനം ചെയ്യുന്ന സത്യം അതിൽ യാതൊരു വീഴ്ചയും വരുത്താതെ അവരെ കേൾപ്പിക്കണം എന്നതായിരുന്നു അവരെടുത്ത തീരുമാനം. ആ വിധത്തിലാണ് അവർക്ക് നൽകപ്പെട്ടിരുന്ന അധ്യാപനങ്ങൾ. അപ്പൊ ഇവിടെ അള്ളാഹുവിന്റെ മേൽനോട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത്. അതില് ഈ മുഹാജിറുകളെ സ്വീകരിച്ച നിലപാട്, അവരതില് കൈക്കൊണ്ട കൃത്യത, അതൊക്കെ വളരെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. പ്രതിസന്ധികൾ ഏറെ കുമിഞ്ഞുകൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ വിശേഷിച്ചും ഏതൊക്കെ വിഷയങ്ങളിലാണ് ശിരസ് കുനിക്കാതെ തല ഉയർത്തിക്കൊണ്ട് തന്റെ ഇടത്തോടു കൂടി സമൂഹത്തിന്റെ മുന്നിൽ വിളിച്ചു പറയാൻ സത്യവിശ്വാസത്തിന്റെ മാർഗം സ്വീകരിച്ച ആളുകൾക്ക് ബാധ്യസ്ഥതയുണ്ട് എന്നത് വെളിപ്പെടുത്തി തരുന്ന ഒരു ജീവിതകാണ്ഡം കൂടിയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഇന്ന് വായിച്ചു വെച്ച ആയത്തിലേക്ക് കടക്കുകയാണ്. 37 മുതൽ 40 വരെയുള്ള ഈ ആയത്തുകള് ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഏറ്റവും സത്യ അധിഷ്ഠിതമായ വിധത്തില് ചില പ്രസ്താവനകൾ ഇവിടെ നടത്തിയതിന് ശേഷം അള്ളാഹു നടത്തിയ ഒരു വെളിപ്പെടുത്തല് നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ വായിച്ചപ്പോ കാണുകയുണ്ടായി. ദാലിക ഈസ ഇബ്നു മറിയം ഖൗലൽ ഹഖ്ഖിൽ ലദീ ഫീഹി യംതറൂൻ. അതാണ് മറിയമിന്റെ പുത്രൻ ഈസ. ഏതൊരു വിഷയത്തിലാണോ അവര് സംശയത്തിലും ആശയക്കുഴപ്പത്തിലും തർക്കത്തിലും ഒക്കെ ആയിട്ട് കഴിയുന്നത്, ആ വിഷയത്തിലുള്ള ഏറ്റവും സത്യപൂർണമായ പ്രസ്താവനയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ള വിവരണങ്ങളെ സംഗ്രഹിക്കുകയാണ്. അതിനെ തുടർന്നാണ് ഒരു കാര്യം കൂടി വ്യക്തമാക്കപ്പെട്ടത് നമ്മൾ കണ്ടു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്രനെ സ്വീകരിക്കുക എന്നത് തീർത്തും അചിന്ത്യമായ ഒരു കാര്യമാണ്. അത്തരം ചപലതകളിൽ നിന്നൊക്കെ അതീതനായ പരിശുദ്ധനാണ് അള്ളാഹു. അവനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാവുക, സംഭവിക്കുക എന്ന് പറയുകയേ വേണ്ടതുള്ളൂ. അതോടെ അത്
യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടുണ്ടാകും എന്നതാണ് അവിടെ വ്യക്തമാക്കപ്പെടുകയുണ്ടായത്. ഇതാണ് വഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും. ഈസാ അലൈഹിസ്സലാം അവരോട് വ്യക്തമാക്കിയ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതാണ്. ഇന്നല്ലാഹ റബ്ബി വ റബ്ബുക്കും. നിശ്ചയമായിട്ടും അല്ലാഹു എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബും നിങ്ങളുടെ നാഥനുമാണ്. അവനാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്. ഫഅബ്ദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം. ഇതാണ് ഋജുവായ ചൊവ്വായ മാർഗം. ഇങ്ങനെയാണ് അവിടെ ഈസാ അലൈഹിസ്സലാം പറഞ്ഞു വെക്കുന്നത്. അതിനെ തുടർന്ന് സംജാതമായ സാഹചര്യത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വായിച്ചിട്ടുള്ള 37 മുതൽ 40 വരെയുള്ള ആയത്തുകൾ ചർച്ച ചെയ്യുന്നത്. ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം. ഫഖ്തലഫൽ അഹ്സാബു മിൻ ബൈനിഹിം. എന്നാൽ അവരിലെ വിവിധ വിഭാഗങ്ങൾ പരസ്പരം ഭിന്നിപ്പുള്ളവരായി മാറുകയാണ്. ഫഖ്തലഫ അവര് വിയോജിപ്പും ഭിന്നിപ്പും ഉള്ളവരായി മാറി. അൽ അഹ്സാബു ആ സംഘങ്ങൾ. ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് ഈസാ അലൈഹി ഇസ്ലാമിന്റെയും മറിയം റളിയല്ലാഹു അൻഹയുടെയും കാര്യത്തില് പല വിധത്തിലുള്ള തർക്കത്തിലും വിയോജിപ്പിലും അഭിപ്രായ ഭിന്നതയിലും ഒക്കെയായി മാറി ആ സമൂഹം എന്നാണ്. അങ്ങനെ അവര് പരസ്പരം ഭിന്നിച്ചുകൊണ്ട് വിവിധ സംഘങ്ങളായി അഭിപ്രായ ഭിന്നതയിൽ അകപ്പെട്ടു എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ക്രൈസ്തവ ലോകത്ത് ഈസാ അലൈഹി ഇസ്ലാമിന്റെ തൊട്ടുടനെയുള്ള ആ കാലം വലിയ വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതകളുടെ വേലിയേറ്റങ്ങൾക്ക് സാക്ഷിയായ ഒരു കാലഘട്ടമാണ്. അപ്പോ ഫഖ്തലഫൽ അഹ്സാബു ഈ സംഘങ്ങൾ ക്രൈസ്തവ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞ അക്കൂട്ടര് അവര് ഭിന്നതയിലായി. അതുപോലെ പരസ്പരം വിയോജിപ്പിൽ ആശയപരമായ വിയോജിപ്പിൽ അകപ്പെട്ടു. മിൻ ബൈനിഹിം ഈ സമൂഹത്തിൽ അവർക്ക് ഇടയിൽ. ഫവൈലുൽ ലില്ലദീന കഫറു മിൻ മശ്ഹദി യൗമിൻ അളീം. അപ്പൊ ഈ ഭിന്നതയിൽ അകപ്പെടുക എന്നതും സത്യത്തിൽ നിന്ന് ബുദ്ധിശൂന്യമായ വിധത്തിൽ അകന്നു പോവുക എന്നതും ഒക്കെ തന്നെ വളരെ കടുപ്പമേറിയ ഒരു പാതകമായിട്ടാണ് തുടർന്ന് അല്ലാഹു വ്യക്തമാക്കുന്നത്. ഫവൈലുൻ ലില്ലദീന കഫറു നിഷേധികൾക്ക് ഏറ്റവും വലിയ നാശമാണ്, മഹാനാശമാണ് ഉള്ളത് എന്നാണ് തുറന്നു പറയുന്നത്. ഫവൈലുൻ ലില്ലദീന കഫറു. ഈസാ അലൈഹി ഇസ്ലാമിന്റെയും മറിയം റളിയല്ലാഹു അൻഹയുടെയും കാര്യത്തില് ഹക്കായ കാര്യമാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതല്ലാത്ത എല്ലാ ഭിന്നതകളും അഭിപ്രായ ഭിന്നതകളിലുമായിട്ട് അവർ കഴിഞ്ഞുകൂടിയ അവര് വെച്ചു പുലർത്തിയ സകല അഭിപ്രായ ഭിന്നതകളും യഥാർത്ഥത്തിൽ കുഫറിന്റെ വഴിയാണ്. സൂചിപ്പിക്കപ്പെടുന്ന അങ്ങനെ ഒരു കാര്യമാണ്. അവര് പരസ്പര ഭിന്നതയിലായി മാറി. ഇപ്പൊ വൈലുൽ ലില്ലദീന കഫറു അങ്ങനെ നിഷേധത്തിന്റെ വഴിയിലേക്ക് നീങ്ങിയ ആ ആളുകൾക്ക് മഹാനാശമാണുള്ളത് എന്നാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. മിൻ മശ്ഹദി യൗമിൻ അളീം ഭീകരമായ ഒരു നാളിനെ സാക്ഷിയാകേണ്ടി വരുമ്പോ അന്ന് ആ ഭീകരമായ ഒരു നാള് കണ്ടുമുട്ടേണ്ടി വരുന്ന അവസരം സംജാതമാകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ നാശത്തിന് കാരണമാകുന്ന ഒരു സംഗതിയായിരിക്കും എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈസാ അലൈഹി ഇസ്ലാമിനും മറിയം റളിയല്ലാഹു അൻഹയും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്തുതകൾ ഏറ്റവും തെളിമയോടുകൂടി ആ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടതാണ്. എന്നാൽ അവരിലെ പലരുടെയും സ്വാർത്ഥ ഭൗതിക താല്പര്യങ്ങൾ കാരണമായിട്ടാണ് അവര് അക്കാര്യങ്ങളിൽ ഭിന്നതയിൽ ആവുകയും സത്യത്തിൽ നിന്ന് തെന്നി മാറിപ്പോവുകയൊക്കെ ചെയ്തിട്ടുള്ളത്. നിഷേധികളായിട്ട് അവർ മാറിയത് അങ്ങനെയാണ്. അങ്ങനെ നിഷേധികളായി മാറിയ ആളുകൾ അവരുടെ കാര്യത്തില് അവർക്കായി ഒരുക്കപ്പെട്ടിട്ടുള്ളത് വൈലാണ് എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ഫവൈലുൻ
മഹാനാശമാണ് അവർക്കുള്ളത്. ലില്ലദീന കഫറു, നിഷേധികളായി മാറിയ ആ കൂട്ടർക്ക്. എന്നാണ് അത്? മിൻ മശ്ഹദി യൗമിൻ അദീം, അതിഭീകരമായ ഒരു നാളിനെ അവർ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആ ഘട്ടത്തിൽ അതവർക്ക് മഹാനാശമാണ് നൽകാൻ പോകുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അഭിപ്രായ ഭിന്നതയിൽ അകപ്പെട്ടു പോയ ക്രൈസ്തവ സമൂഹം അവരുടെ അടിസ്ഥാനപരമായ വിശ്വാസം, ഈസാ അലൈഹി ഇസ്ലാം പഠിപ്പിച്ച ആ ആദർശത്തിൽ നിന്ന് അവര് തെന്നിപ്പോയപ്പോ യഥാർത്ഥത്തിൽ അവര് സത്യനിഷേധികളായിട്ട് മാറുകയായിരുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അങ്ങനെ ഈസാ അലൈഹി ഇസ്ലാമിന് ദൈവപുത്രനും മറിയമിനെ ദൈവപുത്രന്റെ മാതാവും അതുപോലെ ദിവ്യത്വത്തില് പങ്കാളിയും ഒക്കെയായി കാണുകയൊക്കെ ചെയ്തുകൊണ്ട് ഈസാ അലൈഹി ഇസ്ലാമിനോടും മറിയം റളിയല്ലാഹു അൻഹയോടും ഒക്കെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്ക് പോയ ക്രൈസ്തവ ലോകം യഥാർത്ഥത്തില് കുഫറിന്റെ പാതയിലാണ് സഞ്ചരിക്കുകയുണ്ടായത് എന്നാണ് ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നത് മഹാനാശമാണ്. മിൻ മശ്ഹദി യൗമിൻ അദീം, അതിഭീകരമായ ഒരു നാളിനെ അവർ കണ്ടുമുട്ടാനിരിക്കുന്നു. ആ നാളിൽ അവർക്കായുള്ളത് മഹാനാശമാണ്, വൈലാണ് എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. അവര് നിഷേധത്തിന്റെ പാതയിലാണ് നീങ്ങിയത്. അത് കാരണമായി ആ ഭീകരമായ നാളിൽ അവര് വൈല് ആണ് ഏറ്റുവാങ്ങാൻ പോകുന്നത്. മഹാനാശമാണ് അവർ ഏറ്റുവാങ്ങാൻ പോകുന്നത്. ആ ഭീകരമായ നാള് എന്നതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് അന്ത്യനാള് തന്നെ ആയിരിക്കണം. ആ നിലയ്ക്ക് മനസ്സിലാക്കാനാണ് അത് കൂടുതൽ എളുപ്പമുള്ളത്. അപ്പോ ഈ അന്ത്യനാളിൽ, ഭീകരമായ ആ നാളിൽ ഓരോരുത്തരും സ്വീകരിച്ച നിലപാടുകളുടെ അടിസ്ഥാനത്തില് അവര് അതിന്റെ പരിണിതി നേരിടാനുള്ള സാഹചര്യം ഒരുങ്ങുമ്പോ അന്ത്യനാളിന്റെ സാക്ഷികളായിക്കൊണ്ട് അവര് രംഗത്ത് വരേണ്ടി വരുമ്പോ അവരെ കാത്തിരിക്കുന്നത് അതിഭീകരമായ ഒരു മഹാനാശമാണ് എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോ അസ്മിഉ ബിഹിം വ അബ്സിർ യൗമ യഅ്തൂനന, എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നത് അസ്മിഉ ബിഹിം, അവരേറെ കേൾവിയുള്ളവരായിരിക്കും. വ അബ്സിർ, ഏറെ കാഴ്ചയുള്ളവരുമായിരിക്കും. അവരുടെ കർമ്മങ്ങൾ കേൾവി കൂടിയ അവസ്ഥയിലും അവരുടെ നയനങ്ങൾ കാഴ്ചയേറിയ അവസ്ഥയിലുമായിരിക്കും. എന്നാണത്? യൗമ യഅ്തൂനന, അവര് നമ്മുടെ അടുക്കലേക്ക് എത്തിപ്പെടുന്ന ആ സന്ദർഭത്തിൽ, ആ നാളിൽ. ലാക്കിനിൽ ളാലിമൂനൽ യൗമ ഫീ ളലാലിൻ മുബീൻ, എന്നാൽ ഈ അക്രമകാരികൾ, ഈ അധർമ്മികൾ ഇന്ന് വളരെ വലിയ മാർഗഭ്രംശത്തിലാണ്, വളരെ തെളിമയുള്ള മാർഗഭ്രംശത്തിലാണ് അകപ്പെട്ടിട്ടുള്ളത് എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. അന്ന് നാമുമായുള്ള കൂടിക്കാഴ്ച നടക്കാനിരിക്കുന്ന ആ നാളിൽ അവര് അസ്മിഉ ആയിരിക്കും, അവര് അതുപോലെ അബ്സിറുമായിരിക്കും. ഏറ്റവും കൂർമ്മതയോടുകൂടി കേൾക്കാൻ കഴിയുന്നവരും ഏറ്റവും കൃത്യതയോടുകൂടി കാണാൻ കഴിയുന്നവരുമായിരിക്കും അവരന്ന്. യൗമ യഅ്തൂനന, നമ്മെ കണ്ടുമുട്ടുന്ന ആ നാളിൽ എന്ന് പറഞ്ഞാൽ ഇന്ന് അവർ ആശയക്കുഴപ്പങ്ങളുടെ ഒരു ലോകത്താണ് കഴിയുന്നത്. അവർക്ക് സത്യം തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ കാതുകള് കേൾവിയില്ലാത്തതായിരിക്കുന്നു, അവരുടെ കണ്ണുകള് കാഴ്ചയില്ലാത്തതായിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുന്ന ആ നാള് സംജാതമാകുമ്പോൾ അവരെല്ലാം കാണും, എല്ലാം കേൾക്കും. ഒരു അവ്യക്തതയും അവർക്ക് കാര്യങ്ങളിൽ ഉണ്ടാവില്ല. വളരെ കൃത്യതയോടുകൂടി കാണുകയും കേൾക്കുകയും ചെയ്ത് ബോധ്യപ്പെട്ടവരായിരിക്കും അവര് എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ലാക്കിനിൽ ളാലിമൂന, എന്നാൽ ഈ അക്രമകാരികൾ ഇന്ന്
ഈ ആത്മദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഈ ധിക്കാരികൾ ഇന്ന് ഏറെ പിഴച്ച വിധത്തിലാണ് നിലകൊള്ളുന്നത്. ഈ പിഴവിന്റെ കാരണം അവരുടെ കേൾവി ശരിയല്ല, അവരുടെ കാഴ്ചയും ശരിയല്ല എന്നതുകൊണ്ടാണ്. കാര്യങ്ങളെ സത്യം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ കേൾക്കുവാനോ കാണുവാനോ അവർക്ക് സാധിക്കാത്ത ഒരവസ്ഥയിലാണ് അവരിന്ന് കഴിഞ്ഞുകൂടുന്നത്. അത് അവര് തന്നെ സൃഷ്ടിച്ചിട്ടുള്ള അവരുടെ കണ്ണുകൾക്കും കാതുകൾക്കും അവര് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മറയാണ് എന്നതാണ് വസ്തുത. പക്ഷെ അള്ളാഹുവിന്റെ മുന്നില് അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചക്ക് വേണ്ടി അവര് ഹാജരാക്കപ്പെടുന്ന ആ നാള് സംജാതമാകുമ്പോൾ ഒരു അവ്യക്തതയും അവർക്കുണ്ടാവുകയില്ല. അവരുടെ കാതുകൾക്ക് വളരെ കണിശമായിട്ട് കേൾക്കാൻ, കണ്ണുകൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകും. അവര് ഈ ലാലിമുകള് ഇന്ന് പക്ഷേ ഈ ലലാലിം മുബീൻ, വളരെ വലിയ വ്യക്തതയോടുകൂടിയുള്ള വഴികേടിൽ തന്നെയാണ്. ആർക്കും മനസ്സിലാക്കാൻ ബുദ്ധിപരമായ എന്ത് പരിശ്രമം നടത്തിയാലും എളുപ്പത്തില് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള വഴികേടിലാണ് ഇന്ന് അവർ നിലകൊള്ളുന്നത്. അവരുടെ കാതുകൾ, അവരുടെ കണ്ണുകളൊന്നും അവർക്ക് ഇന്ന് പ്രയോജനപ്പെട്ടിട്ടില്ല. അന്ത്യനാളില് അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരുമ്പോ, അള്ളാഹുവിന്റെ മുന്നില് അവര് ഹാജരാക്കപ്പെടുമ്പോ അവർക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. അവര് അസ്മിയായിരിക്കും, അബുസുറായിരിക്കും. കൃത്യമായിട്ട് കേട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും, കണ്ട് ഉൾക്കൊണ്ടിട്ടും ഉണ്ടാവും. പക്ഷെ അത് അവർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കുകയില്ല എന്നതാണ് അവരെ ഏറ്റവും ദയനീയമായ നഷ്ടം ഏറ്റുവാങ്ങേണ്ടി വരുന്നവരും ഏറ്റവും വലിയ നാശം ഏറ്റുവാങ്ങേണ്ടി വരുന്നവരും ഒക്കെയാക്കി മാറ്റുന്നത്. അന്തിറുഹും, അതിനാൽ പ്രവാചകരെ താങ്കൾ അവർക്ക് താക്കീത് നൽകുക. യൗമൽ ഹസ്റ, ഒരു ഖേദത്തിന്റെ നാളിനെ കുറിച്ചാണ് താക്കീത് നൽകേണ്ടത്. ഖേദിക്കുകയല്ലാതെ വിലപിക്കുകയല്ലാതെ സംഭവിച്ചു പോയ നഷ്ടത്തിന്റെ പേരിൽ വിലപിച്ച് കരയുകയും ഖേദിക്കുകയും അല്ലാത്ത മറ്റൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു നാള് വരാനുണ്ട്. ആ നാളിനെ കുറിച്ച് അവർക്ക് താക്കീത് നൽകിയേക്കുക. ഇത് ഖുളിയൽ അംർ, ആ നാളിന്റെ പ്രത്യേകത കാര്യങ്ങളിലൊക്കെ തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും, അന്തിമ വിധി വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അന്തിമമായി കാര്യങ്ങളിൽ വിധി തീർപ്പ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ സന്ദർഭം, ആ നാള് വന്നു ചേരുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഹസ്രത്തിന്റെ, ഖേദത്തിന്റെ ഒരു നാളായിരിക്കും. വഹും ഫി ഗഫ്ലത്തിൻ വഹും ലാ യുഅ്മിനൂൻ, അവര് പ്രജ്ഞാശൂന്യരായി വിശ്വാസരാഹിത്യത്തിന്റെ ആളുകളായി നിലക്കൊണ്ടവരായിക്കൊണ്ടാണ് ആ നാളിൽ അവര് ഹാജരാക്കപ്പെടുക. അന്ന് അവർക്ക് ഖേദം മാത്രമാണ് ഉണ്ടാവുക. ഞങ്ങൾ അന്ന് കാണാൻ സന്നദ്ധരായില്ലല്ലോ, ഞങ്ങൾ അന്ന് കേൾക്കാൻ കൂട്ടാക്കിയില്ലല്ലോ എന്ന ഖേദത്തോടു കൂടി മാത്രമായിരിക്കും അവർക്ക് സംസാരിക്കാൻ കഴിയുക. കാരണം ഇത് ഖുളിയെല്ലാം, കാര്യങ്ങളിലൊക്കെ തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും. ഇനി അവരുടെ ജീവിത ഭാഗധേയത്തിന് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. അവരുടെ ആഖിബത്ത് എന്താണ് എന്നത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഘട്ടത്തിലാണ് അവർ കണ്ണു തുറക്കുക. അങ്ങനെയുള്ള ഒരു നാള്, ആ നാളിന് അള്ളാഹു വിളിക്കുന്ന പേര് യൗമുൽ ഹസ്ര എന്നാണ്, ഖേദത്തിന്റെ നാള്. ആ ഖേദത്തിന്റെ നാളിനെ കുറിച്ച് പ്രവാചകരെ ഇപ്പോൾ തന്നെ അവർക്ക് താക്കീത് നൽകിയേക്കും. അന്ന് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമ്പോ കണ്ണുള്ളവരും കാതുള്ളവരും ആയതുകൊണ്ട് പ്രയോജനമില്ല. ഇന്ന് കാണാനും കേൾക്കാനും കൂട്ടാക്കാതെ ഇരുന്ന ഈ കൂട്ടര് അന്ന് നിറഞ്ഞ ബോധ്യമുള്ളവരായിട്ടായിരിക്കും അവിടെ ഉണ്ടാവുക. പക്ഷെ അതുകൊണ്ട് അവർക്ക് പ്രയോജനമില്ല. അതുകൊണ്ട് യൗമുൽ ഹസ്രത്തിനെ കുറിച്ച് അവരോട് താക്കീത് ചെയ്യുക. ഇത് ഖുളിയൽ അംർ, കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കപ്പെട്ട ഒരു ഘട്ടമായിരിക്കും അത്. വഹും ഫി ഗഫ്ലത്തിൻ, അവര് പ്രജ്ഞാശൂന്യരായിട്ട് ഗഫലത്തിലായിരിക്കും. അവര് യാതൊരു വിധത്തിലും സ്വബോധത്തോടു കൂടി കാര്യങ്ങളൊന്നും തീരുമാനിക്കുന്ന ഒരു മനസാന്നിധ്യമുള്ളവരൊന്നും ആയിരിക്കില്ല. അവരവരുടെ മനസ്സും അതുപോലെ മസ്തിഷ്കവും ഒന്നും പ്രയോജനപ്പെടുന്ന വിധത്തിൽ ബോധമുള്ളവരായിരിക്കുകയില്ല. ബോധമില്ലാത്ത, അതുപോലെ വിശ്വാസമില്ലാത്ത ആളുകളായി ജീവിച്ചതിന്റെ ഫലമായിട്ടാണ്
അവര് ഈ ഒരു ഹസ്രത്തിന്റെ നാള് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അന്ന് ഖേദം പറയുക എന്നതല്ലാത്ത മറ്റൊന്നും അവർക്ക് ചെയ്യാൻ കഴിയുകയില്ല. അപ്പോ അന്തിർഹും യൗമൽ ഹസ്രത്തി, അവർക്ക് ഖേദത്തിന്റെ നാളിനെ കുറിച്ച് താക്കീത് നൽകുക. ഇത് ഖുദിയൽ അംർ, കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനം, അള്ളാഹു അന്തിമമായ തീരുമാനം പ്രഖ്യാപിച്ചിട്ടുണ്ടാകും. ആ ഘട്ടത്തിൽ വഹും ഫി ഗഫലത്തിൻ, അവര് അവരുടെ പ്രജ്ഞാശൂന്യതയില്, വഹും ലാ യുഅ്മിനൂൻ, വിശ്വാസമില്ലായ്കയില് കഴിഞ്ഞുകൊണ്ട് അവർ ഖേദം പറയുകയല്ലാത്ത ഒന്നും സാധിക്കാത്ത ഒരവസ്ഥയായിരിക്കും അവർക്കുണ്ടാവുക. എന്നിട്ട് അള്ളാഹു പറയുന്നത് ഇന്നാ നഹ്നു നരിസുൽ അർള, ഭൂമിയെ തീർച്ചയായിട്ടും നാമാണ് അതിനെ തുടർന്ന് അനന്തരമെടുക്കുക. നാമാണ് ഭൂമിയുടെ അനന്തരാവകാശിയായിട്ട് അതിനെ ഏറ്റുവാങ്ങാനുണ്ടാവുക. വമൻ അലൈഹ, ഭൂമിയെ മാത്രമല്ല ഭൂമുഖത്തുള്ള സകലതിനെയും അനന്തരാവകാശിയായിട്ട് അതിന്റെ ഉടമസ്ഥനായിട്ട് അതിനെ ഏറ്റുവാങ്ങാൻ പോകുന്നത് നാമായിരിക്കും. ഇലൈനാ യുർജഊൻ, ഇവരൊക്കെയും തന്നെ നമ്മുടെ അടുക്കലേക്ക് തിരിച്ചയക്കപ്പെടുകയും ചെയ്യും. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവര് അക്രമപരമായ, അധർമ്മപരമായ, അന്യായപരമായ പല നിലപാടുകളിലേക്കും പോകുന്നതിന് എപ്പോഴും അവർക്ക് കാരണമായിട്ടുള്ളത് ഈ ഭൂമിയിലെ പല നേട്ടങ്ങളുടെയും പേരിലാണ്. ഭൂമുഖത്ത് ഒരുപക്ഷെ ഭൂമി തന്നെ സ്വന്തമാക്കാൻ, അതിന്റെ പല ഭാഗങ്ങളും സ്വന്തമാക്കാനുള്ള വ്യഗ്രത, ഭൂമുഖത്തുള്ള വിഭവങ്ങള് സ്വന്തമാക്കാനുള്ള വ്യഗ്രത, അതുപോലെ ഭൂമുഖത്ത് നേടാൻ സാധിക്കുന്ന മറ്റു പലതിന്റെയും പേരിലുള്ള നെട്ടോട്ടം, ഇതിന്റെ മുന്നിലാണ് ഈ ആളുകളിൽ പലരും ഈ ളുൽമിന്റെ മാർഗം സ്വീകരിച്ചിട്ടുണ്ടാവുക. അക്രമത്തിന്റെയും അനീതിയുടെയും അധർമ്മത്തിന്റെയും ഒക്കെ വഴി ഇവര് സ്വീകരിക്കുന്നതിന് കാരണമായിട്ടുണ്ടാവുക ഈ ഭൂമിയും ഭൂമിയുടെ ഉപരിതലത്തില് അവര് കണ്ടിരുന്ന പല വിലമതിപ്പുള്ള പല സംഗതികളും സ്വന്തമാക്കാനുള്ള വ്യഗ്രതയൊക്കെ കാരണമായിട്ടാണ് അവർക്ക് അങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ടാവുക. എന്നാൽ അന്ത്യനാളിൽ അള്ളാഹുവോട് സൂചിപ്പിക്കുന്നത് ഇവര് അവരുടെ പ്രജ്ഞാശൂന്യതയില്, ബുദ്ധിശൂന്യതയില്, ബോധമില്ലായ്കയിലും വിശ്വാസരാഹിത്യത്തിലുമായിട്ട് കഴിഞ്ഞതിനെ തുടർന്ന് ആ അവസ്ഥയിൽ കാര്യങ്ങളിൽ അന്തിമമായ തീർപ്പ് കൽപ്പിക്കപ്പെട്ട ആ സന്ദർഭത്തില് അത് ഖേദത്തിന്റെ ഒരു ദിവസമായിരിക്കും അവർക്ക്. അതിനെക്കുറിച്ച് അവർക്ക് താക്കീത് നൽകുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവിടെ നിർദ്ദേശം നൽകുന്നത്. അതിനെ തുടർന്ന് അള്ളാഹു പറയുന്നത് ഏതൊരു ഭൂമിക്കും ഭൂമുഖത്തെ ഏത് വിഭവത്തിന്റെ പേരിലുമായിരുന്നോ നിങ്ങൾ ഈ സ്വാർത്ഥതയും അതിക്രമവും ഒക്കെ കാണിച്ചിരുന്നത്, ഇതൊന്നും തന്നെ ഇവരാരുടേതും ആകാൻ പോകുന്നില്ല ആ നാളിൽ. അതിന്റെ ഒക്കെ ഉടമസ്ഥനായിട്ട്, അതിന്റെ ഒക്കെ അനന്തരവനായിട്ട്, അനന്തരാവകാശിയായിട്ട്, അതൊക്കെ ഏറ്റുവാങ്ങുന്നവനായിട്ട് അള്ളാഹുവാണ് ഉണ്ടാവുക എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇന്നാ നഹ്നു നരിസുൽ അർള, നിശ്ചയമായിട്ടും ഭൂമിയെ അനന്തരമെടുക്കുന്നത് നാം ആയിരിക്കും തീർച്ചയായിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. ഭൂമിയും ഭൂമിയിലെ ചമൽക്കാരങ്ങളും ഭൂമിയും ഭൂമിയിലെ അലങ്കാരങ്ങളും അവിടെയുള്ള ആകർഷണീയമായ പലതും, ഇതൊക്കെയാണ് മനുഷ്യനെ വെപ്രാളം ഉള്ളവനാക്കിക്കൊണ്ട് പരക്കം പായാനും സത്യത്തെ അവഗണിച്ചുകൊണ്ടും അസത്യത്തെ പുൽകിക്കൊണ്ടും ഒക്കെ അതിന്റെ പുറകിൽ ഓടാനും ഒക്കെ പ്രേരിപ്പിച്ചിരുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്ന ഇവര് ഖേദത്തിന്റെ നാളായി അനുഭവിക്കാൻ പോകുന്ന ആ നാളിൽ ഭൂമിയുടെ അനന്തരമെടുക്കല് തീർച്ചയായിട്ടും നാം ആയിരിക്കും ചെയ്യുക എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അതിന് അവകാശവാദം ഉന്നയിച്ചു വരാൻ ഒരാളും ഉണ്ടാവില്ല, ഒരാൾക്കും സാധ്യവുമല്ല. അന്ന് ഭൂമിയും അതിലുള്ള സകലതും നമ്മുടേതായിരിക്കും, നാം ആയിരിക്കും അതിന്റെ അനന്തരാവകാശിയായിട്ട് അതിനെ ഏറ്റുവാങ്ങുക. മാത്രവുമല്ല ഇലൈനാ യുർജഊൻ, ഇവരൊക്കെ തന്നെയും എല്ലാവരും തന്നെയും നമ്മിലേക്ക് മടക്കപ്പെടാനിരിക്കുന്നവരുമായിരിക്കും. ഇവര് തന്നെ അള്ളാഹുവിൻ്റെതായി മാറും. പ്രത്യക്ഷമായി തന്നെ അള്ളാഹുവിന്റെ
അടിമകളായിട്ട് അള്ളാഹുവിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെട്ടവരായിട്ട് മാത്രമാണ് ഇവരാ ഘട്ടത്തിൽ ഉണ്ടാവുക. എല്ലാവരും അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചയക്കപ്പെട്ട പൂർണ്ണമായിട്ട് അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് മാത്രം നിലകൊള്ളാൻ കഴിയുന്ന അവസ്ഥയിലായിരിക്കും ആ ഘട്ടത്തിൽ അവർ. അപ്പൊ എന്തിനു വേണ്ടിയാണോ ഇവര് ഈ വെപ്രാളപ്പെട്ടുകൊണ്ട് ഓടി നടന്നിരുന്നത്, സത്യത്തെ അവഗണിച്ചുകൊണ്ടും അസത്യത്തെ പുൽകിക്കൊണ്ടൊക്കെ ആയിട്ട് അവര് മുന്നേറിയിരുന്നത്, ആ കാരണങ്ങളൊന്നും തന്നെ അവരുടെ മുന്നില് എന്തെങ്കിലും നിലക്ക് സന്തോഷം നൽകുന്നതായിട്ട് അവരുടെ മുന്നിൽ ഉണ്ടാവില്ല. ഭൂമിയും അതിലെ സകലതും അള്ളാഹുവിന്റെ ഉടമസ്ഥതയിൽ അള്ളാഹു അനന്തരം എടുത്ത അവസ്ഥയിലായിരിക്കും. ഇവരൊക്കെ തന്നെയും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് തിരിച്ചയക്കപ്പെട്ട അവസ്ഥയിലുമായിരിക്കും ഉണ്ടാവുക ആ ഘട്ടത്തിൽ. ഇതാണ് ഈ ക്രൈസ്തവ സമൂഹത്തിന് താക്കീതായിട്ട് കേൾപ്പിക്കപ്പെടാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളുടെ അവസാന ഭാഗം. നജാഷി രാജാവും കൂടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ നേതാക്കന്മാരും പുരോഹിതന്മാരും ഒക്കെയും അതുപോലെ മക്കയിലും ചുറ്റുപാടും ഒക്കെ ഉണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹത്തിലൊക്കെ പെട്ട ആളുകളും ഒക്കെ അവരുടെ വിശ്വാസം എത്ര അടിത്തറ തകർന്നതാണ് എന്നത് തിരിച്ചറിയുന്നതിനും അബദ്ധജടിലമായ വിശ്വാസത്തെയാണ് അവർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നത് അവര് മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടി അവരെ കേൾപ്പിക്കാൻ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ആയാത്തുകളാണിത്. അതിന്റെ അവസാന ഭാഗമാണ് നമ്മൾ ഇന്ന് വായിക്കുകയുണ്ടായത്, പഠന വിധേയമാക്കുകയുണ്ടായത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് ഈ തുടർന്നുള്ള ആയത്തുകൾ നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ആ വിഷയം നമുക്ക് തുടർന്നുള്ള സെഷനുകളിൽ ഈ സൂറത്തിന്റെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ഭാഗം എന്നുള്ള നിലക്ക് തന്നെ വായിച്ച് പഠിക്കാൻ ശ്രമിക്കാം. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.